വലിയൊരു വിമർശനം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ MP ഉന്നയിച്ചു. പരസ്യമായി നിങ്ങളുടെ തന്നെ ഒരു സൗന്ദര്യവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 1200 കോടി രൂപയുടെ കണ്ണൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. പക്ഷേ അത് നടപ്പാക്കിയില്ല. അതിൻ്റെ ദേഷ്യവും പകയും തന്നിൽ ഉണ്ട് എന്ന് ഒരു MPക്ക് KPCC പ്രസിഡന്റിന് നിങ്ങളുടെ തന്നെ ഒരു ഭരണ സംവിധാനത്തോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്തായിരുന്നു ആ സാഹചര്യം? അല്ല, അങ്ങനെയല്ല. MP അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടുവന്നു. അതിനൊരു സമയമുണ്ടല്ലോ. വന്നതും 1200 കോടി രൂപയുടെ അതിൻ്റെ നടപടിക്രമമില്ലേ? ആ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുക. അതല്ല, അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നമ്മളൊരു ഭരണസമിതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഭരണസമിതി തീരുമാനമെടുത്ത് കൊടുക്കുന്നു. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ആ സംവിധാനം, ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ്. എപ്പോഴും നമ്മുടെ പരാതിയും അത് തന്നെയാണ്. ആ ഒരു സംവിധാനത്തിൽ വന്ന മാറ്റമല്ലാതെ ഭരണസമിതിക്കെതിരെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞതിലുള്ള മാറ്റമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഭരണസമിതിക്കെതിരെ അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പഴയ ഭരണസമിതിയിലുള്ള മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അദ്ദേഹം തന്നെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ അയാളുടെ സ്വന്തം താല്പര്യത്തിൽ തന്നെ ഡിസൈനൊക്കെ ഉണ്ടാക്കി നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയത് തന്നെയാണ്. പക്ഷേ ഇവിടെ പാകപ്പിഴ വന്നിട്ടുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ്. ഭരണസമിതി തീരുമാനമെടുത്ത അതിന് വ്യക്തമായ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഭരണസമിതി തീരുമാനമെടുത്ത് കൊടുത്ത് അതിൻ്റെ രേഖകളെല്ലാം കൃത്യമായിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വന്ന ഒരു ഡിലേ ആണ്. അതിപ്പോഴും അതിന് ഒരു വലിയ പദ്ധതി വരുമ്പോൾ അത് TPR ക്ഷണിക്കാൻ വേണ്ടി പത്രപരസ്യം കൊടുക്കേണ്ട സ്റ്റേജിലെത്തി നിൽക്കുന്നു. ആ പത്രപരസ്യം കൊടുക്കുമ്പോഴും ടെക്നിക്കലി അവിടെ നമ്മൾക്ക് കുറച്ച് സാങ്കേതിക അവിടെയുള്ള ആളുകളെ നമ്മൾ പുനരധിവസിപ്പിക്കണം. ഒരു പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പുനരധിവാസം കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയുള്ള വരുമ്പോൾ കുറച്ച് ഡിലേ വന്നു എന്നതിനപ്പുറത്തേക്ക് MP അങ്ങനെ പറഞ്ഞത് ഒരു അർത്ഥമില്ലതാണ്. അതല്ല, അദ്ദേഹത്തിനൊരു പിഴവ് പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മനഃപൂർവ്വം ഭരണസമിതിയെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിൽ അല്ല അദ്ദേഹം സംസാരിച്ചത്. ഈ കാര്യം എപ്പോഴും സംസാരിക്കുന്ന മറ്റൊരാളുണ്ട്, നിങ്ങളുടെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ PK രാഗേഷ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് കെ സുധാകരൻ്റെ നാവിൽ നിന്നും വന്നത്. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം PK രാഗേഷ് എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം. നിങ്ങൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അദ്ദേഹം നമ്മുടെ സഭയിൽ വന്ന് കൈയടയാളത്തിൽ മത്സരിച്ച് നമ്മുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി വന്ന് അവിടെ പറയുന്ന കാര്യങ്ങൾ അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അത്തരം സമീപനം അത് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. ഒരുപക്ഷെ പ്രതിപക്ഷത്തിനേക്കാൾ തലവേദന സൃഷ്ടിക്കുന്ന തീർച്ചയായും. പക്ഷെ അതൊന്നും PK രാഗേഷിന്റെ ആ ഒരു ശൈലി അത് മാറ്റാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളല്ലേ, എന്തുകൊണ്ടാണ് നേതൃത്വത്തിൽ? അല്ല, ഏതൊരാളും, ഞാനൊക്കെ ചെറുപ്പത്തിലെ KSUയിലൂടെ വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. നമ്മൾ എല്ലാത്തിനും ഉപരി നമുക്ക് വ്യക്തിപരമായ പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും ചെയ്യണം, അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ എല്ലാം ബേസ് നമ്മുടെ പാർട്ടിയാണ്. ആ പാർട്ടി തീരുമാനത്തിന് നമ്മൾ വിധേയരായി നിൽക്കണം. പാർട്ടിക്കപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടിയാണ് നമുക്ക് അവിടെ ഒരു ഡെഡ് ലൈൻ നിശ്ചയിക്കുന്നത്. ആ പാർട്ടി തീരുമാനം അംഗീകരിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാർട്ടി തീരുമാനം അത് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിരിക്കുക. അതെന്തായാലും നമ്മൾ പാർട്ടി പറയുന്നതാണ് നമ്മുടെ അന്തിമ തീരുമാനം. അതിലപ്പുറത്തേക്ക് ആ പാർട്ടിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. മേയറാകണം എന്നൊരു ആഗ്രഹം PK രാഗേഷ് നടക്കാതെ പോയതിൻ്റെ ഒരു പ്രയാസത്തിൽ നിന്നാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. ആയിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം എന്ന് പറയുന്നത് അത് പാർട്ടിയല്ലേ തീരുമാനിക്കുമോ. ഞാൻ ഇന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മേയറാവണം, അത് എല്ലാ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? പാർട്ടിയാണ്. ആ പാർട്ടി പറയുന്നത് പോലെ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി, ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് പാർട്ടിയിൽ നിന്നുള്ള എൻ്റെ ഈ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു പാഠം. എന്തായാലും TO മോഹൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഭരണം ഒരു 3 വർഷത്തിലധികം
അദ്ദേഹം മേയറായി ഉണ്ടായി. ആ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി തന്നെയാണ് ടി.ഒ. മോഹനൻ പടിയിറങ്ങിയത്, അല്ലേ? തീർച്ചയായും അതിൻ്റെ പിന്തുടർച്ച ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിച്ച ഒരു കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. നമ്മൾ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നികുതി പിരിവ് ഊർജിതപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അത് നമ്മൾ നിസ്സാരമായി കാണുന്നതല്ല. അതിലും കോർപ്പറേഷൻ മുന്നോട്ട് തന്നെയാണ്. വളരെ അഭിമാനമുണ്ട് നമുക്ക് പറയാൻ. ഇന്നത്തെ മുസ്ലിം മഠത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും നിങ്ങളിപ്പോൾ ആലോചിക്കും വലിയ വൻകിട പദ്ധതികളൊന്നും എന്തേ കണ്ണൂർ വരാത്തതെന്ന്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രാദേശിക വികസനത്തിനാണ് കണ്ണൂർ കോർപ്പറേഷൻ പ്രാധാന്യം നൽകുന്നത്. ആ ഒരു വികസനം നമ്മുടെ മുന്നിലുണ്ട്. അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാനും അത് മനസ്സിലാക്കാനും കണ്ണൂരിലെ ആളുകൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്.